ഒരു ജനതയ്ക്ക് ഉയർത്തേണ്ടി വരുന്നുവെങ്കിൽ ആ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് എന്തോ കുറ്റമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മഹാനായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ പത്രവാർത്തകളിൽ മറ്റു മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നാണ്. അവിടെ മതേതരം ഉണ്ടാകുന്നില്ല. അപ്പൊ വളരെ കരുതിക്കൂട്ടിക്കൊണ്ട് ഒരു മതേതര ജനാധിപത്യത്തെ രാജ്യത്തിൽ നിന്ന് മതേതരം വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മറ്റെന്തൊക്കെയോ സൃഷ്ടിക്കുവാൻ രാജ്യത്തെ ഭരണാധികാരികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കോഴിക്കോട് കടപ്പുറത്ത് കൂടിയിരിക്കുന്ന ഈ മഹാസാഗരം. ഇത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വിശദമായ സംഭാഷണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന് തൊട്ട് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷിൽ നിന്നൊരു പത്രപ്രവർത്തക ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ കാണുവാൻ വേണ്ടി ഡൽഹിയിൽ വരികയുണ്ടായി. ഡൽഹിയിൽ അവര് സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാക്കന്മാരെ കാണുവാൻ വരുമ്പോൾ അവരുടെ അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ അവർക്ക് 2